ഇന്നൊരു 8 മണിയായപ്പോഴത്തേക്കും ഞാനും ഐനൂസ് കൂടി ചെന്ന് നേരെ മേല് കഴുകി കേട്ടോ. മേല് കഴുകി നേരെ വന്ന് അടുക്കളയിലോട്ടാണേ. വൈകിട്ട് കപ്പക്കാരൻ വന്നപ്പോൾ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. വൈകിട്ട് ചായ കുടിക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇക്കാക്ക വരുമ്പോഴത്തേക്കും പുഴുങ്ങാന്ന് വിചാരിച്ചിട്ടോ. അതാകുമ്പോൾ നല്ല ചൂടോടെ തന്നെ കഴിക്കാമല്ലോ. കപ്പയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ മുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരു നടക്ക് നിൽക്കുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ മുറിച്ച് കട്ട് ചെയ്തിട്ട് ഇഡ്ഡലിച്ചെമ്പിലാട്ടോ ഞാനിത് ആവിയേറ്റെടുക്കുന്നത്. പുഴുങ്ങിയെടുക്കുന്നത്. കുക്കറിൽ വേറെ കറിയുള്ളതുകൊണ്ട് കുക്കറിൽ ഇടാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഇഡ്ഡലിച്ചെമ്പിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ച് വെക്കുന്നുണ്ട്. ചിലവരിതിൽ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ പുഴുങ്ങിയെടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ തൊണ്ടക്ക് നേരെ വേദന ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കേട്ടോ കുടിക്കുന്നത്. ചൂടുവെള്ളമാണെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആറ്റിയാണ് കുടിക്കുന്നത്. പിന്നെ അവിടേക്കൊന്ന് തിണ്ണയൊക്കെ തുളച്ചിട്ടിട്ട് നേരെ റൂമിലോട്ട് വന്നു കേട്ടോ. റൂമിലാണെന്നുണ്ടെങ്കിൽ ഐനൂസ് മിച്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരത്തിയിട്ടേക്കായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രെഡൊക്കെ നല്ലോണം ഒന്ന് വിരിച്ചിടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 8:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അവിടെ ഉണ്ടായ കുറച്ച് ചവറുകളും കാര്യങ്ങളൊക്കെ ഞാൻ തൂത്ത് വാരി എടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ മിസ്സായി കിടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ. അങ്ങനെ ചൂലച്ചെല്ലാം അടിച്ച് വാരി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഐനൂസിന് 2 ദിവസം മുന്നേ ഒരു എന്തോ ഒരു സ്ലേറ്റ് പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലിപ്പോൾ എഴുതി പഠിക്കലാണ് ഇപ്പോൾ എൻ്റെയും പണി കേട്ടോ. അപ്പോൾ ഐനൂസിന് കുറച്ച് നേരം അതിലെന്തൊക്കെയോ എഴുതി കൊടുത്തതിന് ശേഷം ഞാനിതാ വീണ്ടും പോയി കപ്പയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഐനൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു തടക്ക് നോക്കുന്നില്ല. ഞാൻ പിന്നെ ബിഗ് ബോസ് തുടങ്ങാനുള്ള നേരം ആയതൊക്കെ നോക്കാം കേട്ടോ. ബിഗ് ബോസ് ഇന്നൊരു ശനിയാഴ്ച ദിവസങ്ങൾ 9 മണിക്കാണല്ലോ. പിന്നെ കപ്പയൊക്കെ നല്ല ചൂടോടെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം വെന്തിട്ടില്ല, ചിലത് മാത്രമേ വെന്തിട്ടുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിൻ്റെ മണം അടിച്ചിട്ട് നിൽക്കാൻ പറ്റണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ 2-3 കഷ്ണം അപ്പം തന്നെ വായിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കപ്പ് എടുത്ത് തിന്നാന്ന് വിചാരിച്ചിട്ടോ. ഇക്കാക്ക വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെന്ത കപ്പുകളൊക്കെ സെലക്ട് ചെയ്തെടുത്ത് ഞാനും ഐനൂസും കൂടി നല്ല ഇറച്ചിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇറച്ചിക്കറിയും കൂട്ടിയിട്ടാണ് കപ്പ കഴിക്കുന്നത്. എന്താന്ന് പറയാൻ പറ്റില്ല, ഒടുക്കത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കുറേ നാളത്തെ കഴിക്കാനൊന്നും തോന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐനൂസിന് നല്ലോണം ഇഷ്ടമായി. ഞങ്ങളിങ്ങനെ വൈകുന്നേരം ചായ കുടിക്കുന്ന വേർപ്പാടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുമ്പോഴേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ബാക്കിയുള്ള കപ്പയും കൂടെ ഊറ്റി അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ. അത് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. എനിക്കാക്ക് വരുമ്പോൾ അതിനും ഇക്കാക്കും ഇറച്ചിക്കറിയും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ചൂടോടെ തന്നെ ആ ഊറ്റ്